തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം പ്രതിക്ക് ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാതെ വന്നതിനെ തുടർന്നുള്ള വൈരാഗ്യം മൂലമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി അഫാൻ ആദ്യം മാതാവ് ഷെമിയെ ആക്രമിച്ചെന്നും മാതാവ് കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ മറ്റു കൊലപാതകങ്ങൾ നടത്തിയെന്നും പോലീസ് പറയുന്നു. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്നാണ് കൊലപാതകത്തിനായി പ്രതി ചുറ്റിക വാങ്ങിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് അവസാനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ വീട് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കാണുന്ന രീതിയിൽ അവിടെ വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമാണ്, വേറെ ദുശീലങ്ങളൊന്നുള്ള കൂട്ടത്തിൽപ്പെട്ടതല്ല. നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതുമല്ല. ഇങ്ങനെ ഇവിടെയാണ് ഇത് സംഭവം നടന്നെന്ന് പറഞ്ഞത്. 23 വയസ്സുകാരനായ അഫാൻ സഹോദരനും പെൺസുഹൃത്തും ഉൾപ്പെടെ 5 പേരുടെ ജീവനെടുത്തത് വൈരാഗ്യം മൂലമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആർഭാട ജീവിതത്തിന് പണം നൽകാത്തത് വൈരാഗ്യത്തിന് കാരണമായി. കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെ. ഇന്നലെ രാവിലെ അഫാൻ ആദ്യം ആക്രമിച്ചത് മാതാവ് ഷെമിയെ. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. മാതാവിന്റെ കഴുത്തിൽ ഷാൾ കുരുക്കിയ ശേഷം നിലത്തേക്ക് എറിഞ്ഞു. തലയിടിച്ച് ബോധരഹിതയായ മാതാവ് കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ വീട്ടിലെ മുറിക്കുള്ളിലാക്കി പൂട്ടി. ശേഷം പ്രതി പോയത് പനങ്ങോട് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. ആഭരണം ചോദിച്ച് തർക്കമായതോടെ സൽമയെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു കൊന്നു. തുടർന്ന് അവിടെ നിന്ന് ആഭരണവുമായി അഫാൻ വെഞ്ഞാറമൂടെത്തി പണയം വെച്ചു. അവിടെ നിൽക്കുമ്പോഴാണ് പിതൃ സഹോദരൻ ലത്തീഫ് ഫോണിൽ വിളിക്കുന്നത്. ഇതോടെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് ചുറ്റിക വാങ്ങി. ഓർമ്മയിൽ വന്നാരും വാങ്ങിയിട്ടുമില്ല ഈ സാധനം. അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. വേറെ ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ഈ പയ്യൻ അങ്ങനെ കണ്ടിട്ടുമില്ല വലുതായിട്ടൊന്നും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ റോഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നേരത്തെ അങ്ങനെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നേരെ ചുള്ളാളത്തെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തി. ഇവിടെ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ പെൺസുഹൃത്ത് ഫർഹാനയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി. അവസാനം കൊലപ്പെടുത്തിയത് സഹോദരൻ അഹ്സാനെ. കളിസ്ഥലത്തായിരുന്ന അഹ്സാനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അഫാൻ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. അതിന്റെ എവിഡൻസ് ഉണ്ട്, ലഹരി ഉപയോഗിക്കുന്നു. എവിഡൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ ഉണ്ട്. എല്ലാ എവിഡൻസും ഉണ്ട്. 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടന്ന സംഭവമായതിനാൽ ദക്ഷിണ മേഖല ഐജിയുടെ മേൽനോട്ടത്തിൽ 3 ഡിവൈഎസ്പിമാരാണ് അന്വേഷണം നടത്തുന്നത്. പിതൃ സഹോദരൻ ലത്തീഫിനെ അഫാൻ 20ലധികം തവണ തലക്കടിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. തന്റെ പ്രണയബന്ധത്തിൽ വിയോജിച്ചതിലടക്കം വൈരാഗ്യമുണ്ടായിരുന്നു അഫാന്. കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഇനിയും നിരവധി ദുരൂഹതകൾ പുറത്തുവരാനുണ്ട്. ക്യാമറാമാൻ അനന്തുബി നായർക്കൊപ്പം ഷെഫിദ് റൌത്തർ, 24 തിരുവനന്തപുരം.